കല്യാണ പരിപാടിയൊക്കെ ഗംഭീരായി. പക്ഷേ ഈ മഴ, എന്തൊരു മഴയാ ദൈവമേ ഇത്! കാലം തെറ്റിയുള്ള പെയ്ത്താ. എന്തോ വലിയ ആപത്ത് വരാനുള്ള മുന്നോടിയാ. കലികാലം അല്ലാണ്ടെന്താ? ആർക്കും ആപത്തൊന്നും വരുത്തല്ലേ ഭഗവാനെ. നീ എന്താ മാളൂട്ടി ഈ ചെയ്തോണ്ടിരിക്കണത്? അമ്മ കാണണ്ട. പഠിക്കണ സമയത്തുള്ള നിന്റെ ഈ കള്ളത്തരം. അച്ഛമ്മേ, അമ്മയോട് പറയല്ലേ അച്ഛമ്മേ, എൻ്റെ നല്ല അച്ഛമ്മയല്ലേ. മതി മതി നിന്റെ പുന്നാരം. അല്ല, എന്താ അതില്? അച്ഛമ്മേനെ കാണിച്ചു തരൂലേ? അച്ഛമ്മേനെ മാത്രം ഞാൻ കാണിക്കാട്ടോ. കൊള്ളാലോ. ഇത് ആർക്കാ മാളൂട്ടി? ഇതേ എൻ്റെ പപ്പയ്ക്കുള്ള സർപ്രൈസാ. ആഹാ, എന്തൊക്കെയാ ഇത്? ഇത് ഫാദേഴ്സ് ഡേക്ക് ഉണ്ടാക്കിയ കാർഡാ. ഇത് ക്രിസ്മസ് കാർഡ് ഇനിയുണ്ട്. ഇതൊക്കെ ഞാൻ പപ്പയ്ക്ക് കൊടുക്കുമ്പോ അച്ഛമ്മ കണ്ടാ മതി. മാളൂട്ടി, നിനക്ക് ചോറുണ്ടേ? ഹോംവർക്ക് ഒക്കെ തീർന്നോ? എന്താ നിന്റെ കയ്യില്? നോക്കട്ടെ. ഒന്നുമില്ലല്ലോ. ഞാൻ കാണുന്നുണ്ട് നിനക്കൊരു കള്ളത്തരം. കള്ളത്തരം ഒന്നുമില്ലല്ലോ അല്ലേ അച്ഛമ്മേ? നീ കുഞ്ഞിനെ വഴക്ക് പറയാതെ അതിന് ചോറ് കൊടുക്കണ്ടേ ലില്ലി? അച്ഛമ്മയും കൊള്ളാം, മോളും കൊള്ളാം. ഒരു ദിവസം ഞാൻ രണ്ടിനെയും കൈയോടെ പിടിക്കും, പറഞ്ഞേക്കാം. എനിക്ക് ചോറ് വേണ്ട. ദേ മാളൂട്ടി, എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ? കുഞ്ഞിപ്പോ ഉണരും. എനിക്ക് ചോറ് വേണ്ട. പറ അച്ഛമ്മേ, മാളൂട്ടിക്ക് ചോറ് വേണ്ടാന്ന്. അത് പറ്റില്ല. ചോറുണ്ടില്ലേ അച്ഛമ്മ പറഞ്ഞു കൊടുക്കും. മാളൂട്ടി, ഞാൻ വടിയെടുക്കുവേ. എന്നാ അമ്മ എനിക്കൊരു പാട്ട് പാടിത്താ. മാളൂട്ടി, നീ വെറുതെ വാശി പിടിക്കല്ലേ. മര്യാദക്ക് കഴിച്ചോ. കുഞ്ഞുവാവ ഇപ്പൊ ഉണരും. ഒന്ന് പാടി കൊടുക്കണ്ടേ ലില്ലിക്കുട്ടി? വെണ്ണിലവ് കണ്ണു വച്ച വെണ്ണക്കോടമേ, വെള്ളി വെയിലും വച്ച പാദസരമേ, എൻ്റെ നെഞ്ചിലുറങ്ങണ മുല്ലക്കോടിയേ, മുത്തിനുള്ളിൽ നിന്നെടുത്ത മുത്തമണിയേ. അച്ഛമ്മേ, എനിക്ക് പേടിയാവുന്നു. അയ്യോ, എന്താ അമ്മ ഇത്? വീടൊക്കെ കുലുങ്ങുന്നല്ലോ. എന്റെ കർത്താവേ, എന്താ വലിയൊരു ശബ്ദം? ഉരുള് പൊട്ടുന്നതാന്നാ തോന്നണത്. അമ്മച്ചി, നമ്മളിനി എന്ത് ചെയ്യും? മോള് കുഞ്ഞിനെ ഇങ്ങത്താ. മാളൂട്ടിയെ പിടിച്ചോ. നമുക്ക് ആമിനമ്മയുടെ വീട്ടിലേക്ക് പോകാം. ലില്ലിക്കുട്ടി, മോളെ നീ എവിടെയാ? മാളൂട്ടി, കർത്താവേ, എന്റെ മക്കള്. എന്തൊരു മഴയാ എൻ്റെ ഈശോയെ. കരയല്ലേ മോനെ. കർത്താവേ, എൻ്റെ മക്കളൊക്കെ എവിടെയാണോ എന്തോ. വയനാട് മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടൽ. 19 മരണം റിപ്പോർട്ട് ചെയ്തു. പുലർച്ചെ 1 മണിക്ക് മുണ്ടക്കൈ ടൗണിലാണ് ആദ്യ ഉരുൾപൊട്ടലുണ്ടായത്. രണ്ടാമത്തേത് ചൂരൽമല സ്കൂളിന് സമീപം 4 മണിയോടെയായിരുന്നു. 3 തവണ ഉരുൾപൊട്ടി. വീടുകളും സ്കൂളുകളും തകർന്നതായി നാട്ടുകാർ പറഞ്ഞു. വീടുകളിൽ വെള്ളവും ചെളിയും കയറി. 400-ലധികം പേർ ഒറ്റപ്പെട്ടു. പ്രദേശത്ത് ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ്. 2019 ഉരുൾപൊട്ടിയ പുത്തുമലയ്ക്ക് സമീപമാണ് ചൂരൽമല. രാവിലെ ഒരു 1:30 കൂടിയിട്ടാണ് ഫസ്റ്റത്തെ പൊട്ടൽ വരുന്നത്. ഉരുള് പൊട്ടിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ വീട്ടിൽ നിന്നൊക്കെ വെള്ളം ഒന്ന് ആരോടെയും ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രക്ഷപ്പെടുത്താൻ
ജീപ്പ് കൊണ്ട് കിട്ടുന്ന ആളുകളെ ബംഗ്ലാവിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ പ്രജീഷിനെ പിന്നെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും രണ്ടാമത്തെ പൊട്ട് പൊട്ടുന്ന സൗണ്ട് കേട്ടു. അപ്പൊ പ്രജീഷ് ഞാൻ എത്തിർക്കാൻ്റെ വീടിന്റെ അവിടെ എത്താറായി എന്ന് മാത്രമേ ഫോണ് മാത്രമേ എനിക്ക് കേട്ടുള്ളൂ. പിന്നെ ഒന്നും കണ്ടില്ല. ബാക്കി എൻ്റെ അയൽവാസിയിൽ 6-7 മക്കളും കുടുംബം ഉണ്ടായി. ആരുമില്ല, എല്ലാവരും പോയി. ഈ കുട്ടിനെ ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിൻ്റെ മേലേക്ക് പോയി പട്ടതും വലിയൊരു കൊമ്പൻ്റെ അടുത്താ. ഗണീസ് നിൽക്കാൻ ആമ്പിയറില്ല. നേരം വെളുക്കുന്നവരെ മഴ. മരണമാർന്നിടും നാളിലും മലയാളമൊന്നായി നിന്നിടും, പാരിടും ശലഭമായി മാറിടും പുതുലോകമായി. നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക, കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം. റോസിയെ, നീ വന്നോടി. അന്നേം കുഞ്ഞിനെയും കാണാനില്ലാന്ന് കേട്ടപ്പോ മുതല് നെഞ്ചില് തീയായിരുന്നടി. റബ്ബുൽ-ആലമീനായ തമ്പുരാനെ നീ കാത്തു. നിന്നെ മോളെയും തിരക്കി നമ്മുടെ മക്കളൊക്കെ നാനാ വഴിക്ക് പോയിരിക്കുക. മാളും ലില്ലിക്കുട്ടിയും എന്തിയടി? അവരിവിടെ ഇല്ലേ? ഇവിടെ ഉണ്ടെന്നോർത്താ ഞാൻ ഇങ്ങോട്ട് പോന്നത്. ആ, ഓരോരുത്തരും ഓരോ ക്യാമ്പുകളിലല്ലേ. അവരും സുരക്ഷിതമായിട്ട് ഏതെങ്കിലും ക്യാമ്പിൽ കാണും. കർത്താവേ, എന്റെ മക്കളെ കാത്തോളണേ. നീ വിഷമിക്കാണ്ടിരി. പിള്ളേര് അവരെ തിരഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും എനിക്കൊരു സമാധാനം ഇല്ലടി. നീ ആ കുഞ്ഞിനെ ഇങ്ങ് താ. അത് ഉറങ്ങിയെന്നാ തോന്നുന്നേ. നിങ്ങളാരും ചാടിക്കേറിയപ്പോൾ ഒന്നും പറയണ്ട. ഞാൻ വേണ്ട വിധത്തിൽ ആമിനുമ്മയെ കാര്യങ്ങൾ ധരിപ്പിക്കാം. ആമിനുമ്മ, ഒന്നിങ്ങ് വന്നേ. എന്താ മോനെ, നിന്റെ മുഖം അല്ലാണ്ട്? അതെ, ആമിനുമ്മ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കരുത്. ഞാൻ പറയുന്നത് സമാധാനമായിട്ടൊന്ന് കേൾക്കണം. 2 ദിവസമായി ഞങ്ങൾ ലില്ലി ചേച്ചിക്കും മാളൂട്ടിക്കും വേണ്ടിയുള്ള തെരച്ചിലായിരുന്നു. അവരടുത്തുള്ള ക്യാമ്പിലുണ്ട് എന്നത് ഒരു ആശ്വാസവാക്കായി പറഞ്ഞതാ. നീ എന്താ മോനെ പറഞ്ഞു വരുന്നത്? അവർക്ക് എന്താ പറ്റിയേ? എടി ജാനുവേ, നീ ഒന്നങ്ങ് വന്നേ. അതെ, ലില്ലി ചേച്ചിയുടെയും മാളൂട്ടിയുടെയും ഡെഡ് ബോഡി കണ്ടു കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ബോഡി കിട്ടുമ്പോൾ മാളൂട്ടി ഇത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. പഠിച്ചോനെ, എന്റെ മക്കള്! അല്ലാ, എന്താടി ജാനു, എന്തിനാ നിങ്ങൾ കരയണേ? ആമിനു, എന്താണേലും പറയേ. നമ്മുടെ ലില്ലിക്കുട്ടി പോയല്ലോടി എന്റെ റോസി. എന്താ നീ എന്താ പറഞ്ഞേ? നമ്മടെ ലില്ലിക്കുട്ടീനെ പടച്ചോൻ വിളിച്ചടി. എന്റെ ഈശോയെ, മുലപ്പാലിന്റെ മണം മാറാത്ത ഈ പിഞ്ച് കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യും? എന്റെ കർത്താവേ, ഈ ആ കുഞ്ഞിനെ ഇങ്ങെടുത്താ. അത് വിശന്നിട്ടാ കരയണത്. അമ്മയുടെ മുലപ്പാൽ പോലും നിഷേധിക്കപ്പെട്ട ഒരു ഭാഗ്യദോഷിയായി പോയല്ലോ മോനെ നീ. കുഞ്ഞ് വിശന്നിട്ടാവും കരയണത്. അവന്റെ അമ്മ പോയത് അവൻ അറിയില്ലല്ലോ. എന്തു കൊടുത്ത് ഇതിന്റെ കരച്ചില് മാറ്റും എന്റെ റബ്ബേ? നിങ്ങൾക്ക് വിരോധം ഇല്ലാച്ചാ ഞാനൊരു കാര്യം പറയാം. എന്താണെങ്കിലും ഈ പറയ്. എൻ്റെ മോൾക്കുമുണ്ടല്ലോ ഈ പ്രായത്തിലൊരു കുട്ടി. ഞാൻ പറഞ്ഞ എൻ്റെ മോള് കേൾക്കും. ജാതിയും മതമൊന്നും ഒരു പ്രശ്നമാവില്ലെങ്കിൽ. ഈ പറഞ്ഞു വരണത് എനിക്ക് മനസ്സിലായി. എന്ത് ജാതി, എന്ത് മതം, ഈ ആ കുഞ്ഞിനെ ഇങ്ങ് തന്നെ. ഞാൻ ചെല്ലാം അവളുടെ അടുത്തേക്ക്. പൊട്ടും തൊട്ട് കണ്ണാൻ തുമ്പി കണ്ണും നട്ട്
കണ്ണെത്താ ദൂരം നീ മായുന്നു ഏതേതോ തീരങ്ങളിൽ ഉള്ളം കൈ നിൻ കയ്യിൽ ചേരുമ്പോൾ കാലങ്ങൾ പിൻവാങ്ങിയോ കനലായി മാറുന്നു മൗനം ഇനിയില്ല ഈ മണ്ണിലൊന്നും നെഞ്ചോരം നീ മാത്രം ഉയിരേ ഉയിരായി മാറവേ നിഴൽ മായവേ ഒരേ സ്വരം ഒരേ മുഖം ഒരേ മനസ്സുകളായി നാം ഈ നേരവും ഉയിരായി മാറവേ இந்த பூமியில எப்ப வந்து நீ பிறந்த என் புத்திக்குள்ள தீ பொரிய நீ விதைச்ச அடி தேக்கு மர காடு பெருசுதா சின்ன தீ குச்சி ஒசரா சிறுசுதா அடி தேக்கு மர காடு பெருசுதா சின்ன தீ குச்சி ஒசரா சிறுசுதா ஒரு தீ குச்சி விழுந்து புடிக்குதடி கருந்தேக்கு மர காடு வெடிக்குதடி உசுரே போகுதே உதட்ட நீ கொஞ்சம் சுழி கையில ஓ மாவே தவிக்கிற மணி பிச்சை கேட்கிற மனச தாடிய மணி குயில அக்கறை சீமையில் நீ இருந்தோ வைதிரம் தீண்டிட நினைக்குதடி அக்கினி பழம் என்ன தெரிஞ்சிருந்தோ அடிக்கடி நாக்கு துடிக்குதடி ഇടറുമീ വഴിയാത്രയിൽ വഴി പിരിഞ്ഞവർ മാഞ്ഞുപോയി ഉടലൊഴിഞ്ഞവരോർമ്മയായി അകമെരിഞ്ഞനുതാപമായി ഇരുളുമൂടിയ രാത്രിയിൽ ഒഴുകി വന്നവർ തേങ്ങലായി തളരുവാൻ തനു മാത്രമെങ്കിലും തനിയെല്ലെന്നോർത്തിടാം ഉണരാം ഉഷസായി വയനാടിനു കാവലായി കനിവിൻ ചിറകായി പടരാം കൈത്താങ്ങുകളായി ഉയരാം തണലായി ഉണർവേകാം സാന്ത്വനമായി തുണയായി നിഴലായി ഇനിയും നീ ചുരുമനമായി കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് ഇന്നേക്ക് ഒരു മാസം തികയുകയാണ്. ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും ഉരുളിന്റെ അവശിഷ്ടങ്ങൾ ബാക്കിയുമാണ്. 500ഓളം പേരുടെ ജീവനെടുത്ത മഹാദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് നാടിനിയും മുക്തമായിട്ടില്ല. എങ്കിലും കൈകോർത്ത് മുന്നോട്ട് തന്നെ. അനുകൂല സാഹചര്യങ്ങളിൽ മാത്രം ജീവിക്കുന്നതല്ല, മറിച്ച് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതും കൂടിയാണ് ജീവിതം. പ്രതിസന്ധികളെ തരണം ചെയ്യുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത്. കാലം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുകയില്ല. കാലത്തിനൊപ്പം നാം സഞ്ചരിച്ചേ മതിയാകൂ.